ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി പട്ടികവർഗ വികസന വകുപ്പിൻ്റെ ജൂബിലി വർഷമാണ് ഇത് എന്ന്. ഈ ജൂബിലി വർഷത്തിൽ സാമൂഹ്യ പഠന മുറികൾക്ക് പുറമെ വിദ്യാർത്ഥികൾക്ക് വീട്ടിൽ തന്നെ മെച്ചപ്പെട്ട പഠനാന്തരീക്ഷം ഉറപ്പാക്കുന്നതിനായി പ്രഖ്യാപിച്ച സ്മാർട്ട് പഠന മുറികളിൽ എന്തെല്ലാം സൗകര്യങ്ങളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്? പ്രതിവർഷം എത്ര വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കും? യെസ് മിനിസ്റ്റർ. സാർ, നമ്മളതിന് ഇപ്പോൾ പുതിയ നേരത്തെ പഠനമുറി നമ്മൾ സാധാരണഗതിയിലുള്ള പഠനമുറിയാണ് നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ജൂബിലിയോടനുബന്ധിച്ച് നമ്മൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഈ പഠനമുറി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊരു നടപടിയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇൻ്റർനെറ്റ് കണക്ഷൻ ഉൾപ്പെടെ സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള വീടുകളിലെ പഠനമുറിയാണ് ഇപ്പോൾ പദ്ധതി കൂടി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, പട്ടികവർഗ വിദ്യാർത്ഥികളുടെ സമ്പൂർണ്ണ എൻറോൾമെൻറ്റ് ഉറപ്പാക്കാനും അതോടൊപ്പം ഈ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനും എടുത്ത എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? യെസ് മിനിസ്റ്റർ. സാർ, കൊഴിഞ്ഞുപോക്ക് നമ്മൾ തടയുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ ട്രൈബൽ പ്രൊമോട്ടർമാരെ നമ്മൾ കാര്യക്ഷമമായി ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വിനിയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ മെൻ്റർ ടീച്ചർമാർ, ഈ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിന് വേണ്ടി മെൻ്റർ ടീച്ചർമാരെയും നമ്മൾ ഫലപ്രദമായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സ്കൂളിലേക്ക് എത്താത്ത കുട്ടികൾ നിർബന്ധമായിട്ടും റിമോട്ട് ഏരിയയിൽ നിന്ന് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിദ്യാവാഹിനി പദ്ധതി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ജില്ലാതലത്തിൽ നമ്മുടെ ഈ വിഭാഗം കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള റിവ്യൂ നമ്മൾ ജില്ലാതലത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ നമ്മുടെ ഉന്നതികളിൽ ഭക്ഷണത്തിൻ്റെ പോഷകാഹാരക്കുറവ് മറ്റോ കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് നിറവേറ്റുന്നതിനാവശ്യമായിട്ടുള്ള പോഷകാഹാര വിതരണ പദ്ധതിയും നമ്മൾ വകുപ്പ് നിലവിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ സംയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ കുട്ടികളെ നമ്മുടെ സ്കൂളിലേക്ക് നിർബന്ധമായും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പുറമെ ലോക്കൽ ബോഡി LSCD നമ്മുടെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണ പരിപാടിയും സ്കൂളിൽ ക്രമീകരിച്ച് നടപ്പാക്കുന്നുണ്ട്.